ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ്. അപ്പം ഇന്ന് 24th ശരിക്കും പറഞ്ഞ ഡേറ്റ്. ഞാൻ ഓൾറെഡി ഇത് നേരത്തെ എടുത്തു വെച്ച വീഡിയോയാണ്. 22nd മന്നുവിന് കൊടുത്തൊരു സർപ്രൈസും പിന്നെ അവരുടെ ബർത്ത്ഡേ ആഘോഷം കൂടെ. അപ്പം അവളുടെ ഒപ്പം ഞങ്ങളുടെ വെയിൽ ഡാഡിയുടെ വൈഫ് മഞ്ജു ആൻറ്റിയുടെയും കൂടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് 24th. അപ്പം അത് രണ്ടും കൂടെ നമ്മൾ സൺഡേ 22nd ആഘോഷിച്ചത്. അപ്പം മന്നായെക്കുറിച്ച് പറയുവാണെങ്കിൽ, മന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തി, അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആകെ എനിക്കുള്ളൊരു സഹോദരൻ അല്ലെ സഹോദരി എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്ലഡ്, എൻ്റെ സ്വന്തം ചോര എന്ന് പറയുന്നത് ഒരേ ഒരാളാണ്, ഞാനും അവളുമാണ് ഉള്ളത്. അവൾ മന്നാമോനെ ഞങ്ങൾ സ്നേഹത്തോട് വിളിക്കുമെങ്കിൽ അവളുടെ ഒഫീഷ്യൽ നെയിം നിമിഷ. അപ്പോൾ അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കൂട്ടേ അല്ല അവൾ. ശരിക്കും പറഞ്ഞാൽ അവളിങ്ങനെ വലിയ പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ആളുകളുടെ ഈ പ്രശംസയോ കാര്യങ്ങളോ ഒന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല. അവളൊരു ഇൻട്രോവേർട്ടാണ്. എന്നാൽ അവളുടെ കംഫർട്ട് സോണാണ്. അവൾ നല്ല രീതിയിൽ സംസാരിക്കുകയും കാര്യങ്ങളും ഒക്കെയാണ്, ഭയങ്കര അലമ്പൊക്കെ ആണെങ്കിലും അല്ലാത്തടത്ത് ചെന്ന് കഴിഞ്ഞാൽ അവൾ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയും, യോ പാവം ഒരു കൊച്ച്. പിന്നെ എന്നെപ്പോലെ കാണാനും എന്നെപ്പോലെയല്ല അവൾ. ഫേസ് കട്ടുകളുണ്ടെങ്കിലും ഞാൻ നല്ല ഗുണ്ടുമണിയും അവൾ നല്ല എരിമ്പിയും അങ്ങനെ. അപ്പോഴേ എല്ലാവരും ചോദിക്കും, എവിടെയെങ്കിലും ചെന്നാലേ ചോദിക്കും, അയ്യോ അനിയത്തിനും കൂടെ ചേച്ചിയാണല്ലോ തിന്നുന്നേ എന്ന് പറയും. ഇതിപ്പോൾ കേട്ട് ഞാനിപ്പോൾ തഴമ്പിച്ചൊരു ഇതാണ്. അതുകൊണ്ട് അവളെക്കുറിച്ച് പറയുമ്പം വേറെ എന്താ അവളെക്കുറിച്ച് പറയണ്ടേ? എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ പറയാനായിട്ട്. അവൾക്കെന്തോ ഞാനിപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പനെ അമ്മ അനിയത്തി, വേറെ ഒന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. ഇവർ മൂന്നുപേരും ഹാപ്പി ആയിട്ടിരിക്കുക, എനിക്കത്രേ ഉള്ളൂ. അപ്പം മന്ന എന്ന് പറയുമ്പം എനിക്ക് എപ്പോഴും ഒരു ഇമോഷണൽ ആണ്. എനിക്ക് അവളെക്കുറിച്ച് ഓർക്കുമ്പോഴായാലും എനിക്ക് അവളെക്കുറിച്ച് പറയുമ്പം അവൾ രക്ഷപ്പെട്ട് എനിക്ക് കാണണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവൾക്കൊരു കുറവുമില്ലാതെ അവൾക്ക് എന്തോ വേണമെങ്കിലും അവളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്തു തന്നെയാണ് അവളെ ഇപ്പം. എന്നാൽ ആഗ്രഹങ്ങളൊന്നും പറയത്തില്ല, അത് ഫസ്റ്റ് തിങ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സർപ്രൈസ് കാണുമ്പോൾ അറിയാം അവൾക്ക് പ്രത്യേകിച്ച് എക്സ്പ്രഷനോ കാര്യങ്ങളോ, എന്തിനാ ഇത് വാങ്ങിച്ചേ, ആദ്യം അവളുടെ എക്സ്പ്രഷൻ അതാ. എന്തിനാ അവൾക്ക് വേണ്ടി ഇത്രയും എമൗണ്ട് മുടക്കുന്നത്, അല്ലെ 100 രൂപയാണെങ്കിലും അവൾക്ക് വേണ്ടി എന്തിനാ മുടക്കുന്നത്. എന്നാൽ അവൾക്കൊരു എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ അവൾ പറയത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ മന്നാമോൻ ശരിക്കും പറഞ്ഞു, എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലോ ഒരു കാര്യം ഉണ്ടെങ്കിലോ നമ്മൾ ചോദിച്ചാൽ പോലും എനിക്കൊന്നും വേണ്ട അങ്ങനെ പറയുന്ന ഒരാളാണ് അവൾ. പക്ഷേ ഞങ്ങളതങ്ങ് അറിഞ്ഞങ്ങ് ചെയ്തു കൊടുക്കും. എന്നാൽ ഞാൻ എൻ്റെ അടുത്ത് എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഇന്നത് വേണം എന്ന് പറയും. പക്ഷെ അവൾ അങ്ങനെയല്ല. അപ്പം എൻ്റെ മന്നാമന് 2 days കഴിഞ്ഞ് ബർത്ത്ഡേ കഴിഞ്ഞിട്ട്, അപ്പം ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് കാണാം. അപ്പോൾ എൻ്റെ മന്നാമോന് ഒന്നുകൂടെ ഹാപ്പി ബർത്ത്ഡേ ടു യു, മെനി മോർ ലൈഫ് ടു യു. ഇനി നിനക്ക് ഒരുപാട് വർഷങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ആശംസിച്ചും കൊണ്ട് ബാക്കി വീഡിയോസ് പുറകെ കാണാം. ഓക്കെ, ബൈ. ബേസ് ബോർഡിനകത്തൊരു സാധനം ഇരിപ്പുണ്ട്. പതുക്കെ സൂക്ഷിച്ചൂലേ. ഇവിടെ വന്ന് പതുക്കെ നത്തിങ്. എന്തിനാന്നോ വേണ്ടായോ? ചത്തോ? എന്താ വേണ്ടായോ? ഏതമ്പൂ എന്നിട്ട് അമ്മൂന് വേണ്ടായോടി? മിനിമലായോ? നോക്ക് തുറന്ന നിന്റെ പാറ്റേൺ തന്നെ ഇട്ടേക്കുന്നേ. ഇങ്ങനെ കിടക്കുന്നേ സെറ്റിങ്സ് പിടിക്കാൻ ഒരാഴ്ച. പുതിയ ഫോൺ പിന്നെ എങ്ങനെ ആയിരിക്കണ്ടേ? ഇഷ്ടപ്പെട്ടോ? ആ ഫോൺ എന്ത് ചെയ്യും? ആ ഫോണൊന്ന് കാണിച്ചേ. ആ ഫോൺ കണ്ടോ? അത് ഒന്ന് ഓപ്പൺ ആക്കി സൈഡ് ഞെക്കത്തില്ല. മുഖം കണ്ടതാണ്.
എൻ്റെ സൈഡൊക്കെ കണ്ടോ, താഴെ വീണ ഷൂ ആയി ഇതെൻ്റെ കൂടെ കണ്ടോ. സൈഡ് ബട്ടൺ അല്ല, ഫേസ് കണ്ടോ ഓപ്പൺ ആവും അല്ലേ മെനു. Happy birthday to you. Happy birthday to you. Happy birthday dear Manju and Manjuani. Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you, yes. Happy birthday to you. ഫോട്ടോയല്ല, വീഡിയോയാ. അവിടെ ബുദ്ധിയുണ്ട്. ബീഫ് ഫ്രൈ ആയില്ല, ആയി വരുന്നേ ഉള്ളൂ. ബീഫ് ഡ്രൈ ഫ്രൈ, ഡ്രൈ ആവുന്നേ ഉള്ളൂ. മോരുകറി, സാമ്പാർ, തോരൻ, മെഴുക്കുവരട്ടി, മീൻ വറുത്തത്. സാമ്പാറുണ്ടോ? കണ്ടില്ലല്ലോ. രണ്ടുപേർക്കും ഈ ബർത്ത്ഡേ ദിവസം എന്താ പറയാനുള്ളത്? ഇത് ഇന്നാ ബർത്ത്ഡേ, 22-ാം തീയതി. മഞ്ജുവിന്റെ 24-ാം തീയതി. അപ്പൊ എന്താ പറയാനുള്ളത്? ഹാപ്പിയാണോ? ഇത്രയും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതുപോലെ ആഘോഷിക്കൂ എന്നുള്ളത്. ഏതായാലും ഇപ്രാവശ്യം പെൺപിള്ളേരോ ഒന്നും ആയില്ലെങ്കിലും ഇത്ര ആൾക്കാരുടെ കൂടെ ഇത് ചെയ്യാൻ പറ്റിയത് ഇത്രയും വലിയ സന്തോഷം. ഒരാളെ ഉള്ളൂ, മോൻ മാത്രം. അതെ, ബാക്കി എല്ലാരും അവിടെ ഇവിടെയൊക്കെയാ. മഞ്ഞോ അല്ലല്ല, ബാക്കി എല്ലാവരും അറിയാലോ. അതറിയാലോ. മനോ കേട്ടോ, ഇൻട്രോവേർട്ടിരിക്കുന്നുണ്ട്. എന്തോ പറയണോന്ന് അറിയത്തില്ല. മഞ്ഞ ഇപ്പൊ ചിന്തിക്കണത് ഞാൻ വൈകുന്നേരം പോയി നാളെ എങ്ങനെ എക്സാം എഴുതും എന്നുള്ള ആലോചനയിലാണ് നമ്മള്. ഇപ്പം നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ ഇനി പറയണം, നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള വീഡിയോസാണ് ഇഷ്ടം, ഏത് തരത്തിലുള്ള വീഡിയോസാണ് കാണണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. എന്നാലേ എനിക്ക് അറിയത്തുള്ളൂ എങ്ങനെയുള്ള വീഡിയോസാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെ, ഇതെന്താ നോക്കൂ, കുരുവ കേട്ടോ, നിങ്ങൾ ഓർക്കും വേറെ അതുണ്ടാകുന്നു, പക്ഷെ കുരുവ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.